ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് തൃശൂർ ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള മുസ്തഫ താമസിക്കുന്ന വാടക വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. മുസ്തഫ വ്യാപാരിയായിരുന്നു. തൻ്റെ ബിസിനസ് ഇടപാടുകളിൽ ഒരു പ്രയാസം വന്ന സമയത്ത് ഇവിടെയുള്ള ചില പലിശക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു. ഏകദേശം 6 ലക്ഷം രൂപയായിരുന്നു കൈപ്പറ്റിയിരുന്നത്. പിന്നീട് പല സമയങ്ങളിലായിട്ട് അത് തിരിച്ചടച്ചിരുന്നെങ്കിലും അതിൻ്റെ പലിശ ആ വിധത്തിലുള്ള പലതരത്തിലുള്ള കൂട്ടുപലിശ ഉൾപ്പെടെ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലായിട്ട് മുസ്തഫയെ ഈ പലിശയുടെ സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഈ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ മനം നൊന്തുകൊണ്ട് മനപ്രയാസത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്നുള്ളതായിരുന്നു കുടുംബം പോലീസിനുൾപ്പെടെ മൊഴി നൽകിയിരുന്നത്. എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ഈ വാടക വീട്ടിൽ വെച്ചായിരുന്നു മുസ്തഫയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. കൊള്ളപ്പലിശക്കാരുടെ വലിയ ഒരു ഉപദ്രവം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അത് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണം കുടുംബം ഇപ്പോൾ ഉന്നയിക്കുകയാണ്. പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല, കൊള്ളപ്പലിശ സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. കേവലം 6 ലക്ഷം രൂപ ഈ വിധത്തിൽ വാങ്ങിയതിനു ശേഷം 20 ലക്ഷത്തോളം രൂപ പലിശ, കൂട്ടുപലിശ എന്നീ വിഭാഗങ്ങളിലായിട്ട് ഈ കൊള്ളപ്പലിശ സംഘം മുസ്തഫയിൽ നിന്നും കൈപ്പറ്റിയിരുന്നു. ഏറ്റവും ഒടുവിൽ എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ഈ ഭൂമി, ഏകദേശം 20 ലക്ഷം രൂപ മതിപ്പ് വരുന്ന ഭൂമി കേവലം 5 ലക്ഷം രൂപയ്ക്ക് ഒരു കൊള്ള സംഘം തട്ടിയെടുത്തു എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിധത്തിലുള്ള ഇടപെടലുകൾ ഈ കൊള്ള സംഘത്തിൻ്റെ, പലിശ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്തഫയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള ഹക്കീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പലിശ സംഘത്തിൻ്റെ ഒരു ഭീഷണിയിൽ മനംനൊന്നുകൊണ്ട് തന്നെയായിരുന്നു മർദ്ദനം അടക്കം ഏറ്റുണ്ട്. ജ്യേഷ്ഠൻ എങ്ങനെയായിരുന്നു ജ്യേഷ്ഠൻ ഈ പലിശ സംഘങ്ങളെ സമീപിക്കാനുണ്ടായിരുന്നു? ഞാൻ കച്ചവടത്തിൽ പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ചെറിയ സംഖ്യയിൽ തുടങ്ങി. ഇവർ 20% പലിശയ്ക്കാണ് ചെയ്യാറ്. 6 ലക്ഷം രൂപയാണ് വാങ്ങിച്ചിരുന്നത്. അതെ അതെ. അത് പിന്നെ കൂടി പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് അടക്കം എത്തി. അതൊക്കെ പോയി മകനും ഭാര്യയും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒന്നും ചെവി കണ്ടില്ല. ഈ പ്രഗ്ലേഷ് എന്ന് പറഞ്ഞ വ്യക്തിയും ഈ ദിവേഗ് എന്ന് പറഞ്ഞ വ്യക്തിയും, 2 പേരുമാണ് ഭീഷണിയും മർദ്ദനം അടക്കം ഉണ്ടായിട്ടുള്ളത്. മകൻ്റെയും ഭാര്യയുടെയും മുന്നിൽ വെച്ചിട്ടടക്കം മർദ്ദിച്ചിട്ടുണ്ട്. ഈ 6 ലക്ഷം രൂപ വാങ്ങി പിന്നീട് ഈ പലിശ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽ എത്ര രൂപയാണ് പിന്നീട് ഇവർ ഈ സ്ഥലം അടക്കം ഈ പ്രഗ്ലേഷ് വാങ്ങിച്ചിട്ടുണ്ട്? 6 ലക്ഷം രൂപയുടെ പേരിൽ 40 ലക്ഷത്തോളം രൂപ പണമായി കൈപ്പറ്റിയിട്ടുണ്ട്. അല്ല, സ്ഥലവും. അതെ അതെ. സ്ഥലം വെച്ച് കഴിഞ്ഞാൽ പ്രഗ്ലേഷന് നിശ്ചയിച്ച വിലയാണ് ഇതിന് കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടിയിട്ടുമില്ല. അത് ചെക്കിൽ ജ്യേഷ്ഠൻ്റെ പേരിൽ ഈ പ്രഗ്ലേഷൻ്റെ ചെക്ക് എഴുതിയിട്ട് ജ്യേഷ്ഠനെ കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് എടുപ്പിച്ച് പ്രഗ്ലേഷ് തന്നെ അടിയിൽ കാറിലിരുന്നിട്ട് വാങ്ങിക്കൊണ്ടുപോവാണ് ചെയ്തത്. ഈ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയാണ് ഇതിന് മതിപ്പ് വില കാണിച്ച് ചെക്കിലിട്ടുള്ളത്. അതും എടുത്ത് പ്രഗ്ലേഷ് തന്നെ കൊണ്ടുപോയി. തരാനുള്ള തുകയിൽ നിന്ന് അവർ കുറച്ചിട്ടുമില്ല. ഇല്ല. അപ്പോൾ 40 ലക്ഷം രൂപയോളം ഇടപാട് തീർത്തു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ചെയ്തുള്ളത്. അതിൽ മർദ്ദനം എല്ലാം ഉണ്ടായി. ഇത് ഈ കാണുന്ന വീടിൻ്റെ മുൻഭാഗത്ത് കാണുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു വിഷമം, പിന്നെ മകളുടെയും പേരക്കുട്ടിയും ബന്ധത്തിൽപ്പെടുന്നവരെല്ലാ സ്വർണവും വെച്ച് പലിശയിലേക്കാണ്, മുതലിലേക്കല്ല, പലിശ എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഭീഷണി തന്നെയായിരുന്നു. പിന്നെ ഈ ചൊല്ലൂർപ്പടി മുന്നിൽ വെച്ച് വരെ മർദ്ദിച്ചിട്ടുണ്ട്. അത് വീട്ടുകാരുമായി സ്ഥലത്തിൻ്റെ ഇത് ഒത്തുതീർപ്പാക്കി എഴുതി കൊടുക്കാമെന്നടക്കം സമ്മതിച്ച് അന്നത്തേൽ 2000 രൂപ കുറവുള്ളതിനാണ് ജ്യേഷ്ഠനെ മർദ്ദിക്കുകയുണ്ടായത്, മകനും ഭാര്യയും ഉള്ളപ്പോൾ. പിന്നെ വീട്ടിൽ എത്തിവരെ ഈ സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു? ഇല്ല, ഇവിടേക്ക് വന്നിട്ടില്ല. പക്ഷെ അവിടേക്ക് ഇയാളെ നിർബന്ധിച്ച് അയാളെ വീട്ടിലേക്ക് ചെല്ലണം. എന്നും 11 മണിയാകുമ്പോൾ പലിശ അവിടെ എത്തിയിരിക്കണം. അങ്ങനെ ഭയങ്കര നിർബന്ധമാണ്. ഈ പ്രഗ്ലേഷ് എന്ന് പറഞ്ഞു. മറ്റവൻ ഇതേപോലെ കടയിൽ വന്നിട്ട് ഭീഷണിയും, കടയിൽ നിന്ന് കച്ചവടം ചെയ്ത പൈസ വാരിക്കൊണ്ടുപോകുകയും, പിന്നെ ദേവസ്വം ഹോസ്പിറ്റലിൽ വയ്യാണ്ടായിട്ട് ആസ്പത്രിൻ്റെ പരിസരത്ത് നിന്ന് കാറി കയറ്റി കൊണ്ടുപോകും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജ്യേഷ്ഠൻ മർദ്ദിച്ചോ ഇല്ലയോ ഒന്നും എങ്ങനെ ഇനി പറയാച്ചിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ആൾ മാനസികമായിട്ട് ഒരു ഭീഷണിയിൽ. ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഇതിൽ 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ചെയ്ത് കൊടുത്തിട്ടില്ല. അതിൽ പൈസ ഒക്കെ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിലെന്തോ നിസ്സാരം ഒരു 70,000 രൂപ കൂടി അവർക്ക് കൊടുക്കാനുള്ളൂ. 1 സെൻറ്റ് സ്ഥലം ജ്യേഷ്ഠന് ഇവർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പ്രഗ്ലേഷൻ്റെ എൻ്റെ എല്ലാതും കൊടുത്തു, സ്ഥലവും എഴുതി കൊടുത്തു എന്നൊക്കെയുള്ള ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചോലൂർപ്പടി സ്വദേശിയായ ഇവൻ്റെ ഭീഷണി വളരെയധികം ഉണ്ടായിരുന്നു. അത് വ്യക്തമാക്കിയിട്ട് എഴുതിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഗുരുവായൂർ ടെമ്പിൾ പോലീസായിരുന്നു ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസും ഇടപെട്ടില്ല എന്നുള്ളതാണോ? പോലീസ് നമ്മൾ മൊഴിയെടുക്കാൻ ഞാൻ തന്നെ പോയിരുന്നത്. അതിനുശേഷം ഈ ബാധ്യത കാര്യങ്ങളെല്ലാം അറിഞ്ഞു നോക്കുമ്പോൾ CI സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊഴിയെടുക്കൽ ഇന്നലെയാണ് വന്ന് മൊഴിയെടുക്കലൊക്കെ ഉണ്ടായത്. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു വിവരം തരികയോ വിളിക്കുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
കുടുംബം ആവശ്യപ്പെടുന്നതാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു നീതി നടപ്പാക്കണം. ഇനി എൻ്റെ ജ്യേഷ്ഠന് വന്ന ഒരു അവസ്ഥ ഇനി ഒരു ആൾക്കും ഇങ്ങനെ വരരുത്, അതാണ് പറയാനുള്ളത്. ഈ കൊള്ള സംഘങ്ങളുടെ പ്രവർത്തനം നിയമപരമായിട്ട് അത് സാധിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതെ അതെ, ഇത് ഇങ്ങനെയുള്ള ഇതിൽ എന്നുവെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. ഞങ്ങൾ അനുഭവിച്ച ഒരു വേദന ഇനി വേറെ ആർക്കും ഇല്ലാതിരിക്കട്ടെ. തീർച്ചയായും ആ കുടുംബം നീതിയാണ് ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. നിസ്സഹായ അവസ്ഥയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി പണം നൽകി 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 40 ലക്ഷത്തോളം രൂപ പലിശ കൊടുക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വന്തം ഭൂമി, ഏകദേശം 20 ലക്ഷം രൂപയോളം മതിപ്പ് വരുന്ന ഭൂമി, അത് എഴുതി വാങ്ങുന്നു. അതിനുശേഷം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അതിലൊക്കെ തന്നെ മനപ്രയാസത്തിൽ മനം നൊന്താണ് ആ വ്യാപാരിയായിട്ടുള്ള മുസ്തഫ മരിച്ചത്. അതിൽ കൃത്യമായുള്ള ഒരു അന്വേഷണം നടക്കണം, നീതി നടപ്പിലാക്കണമെന്നുള്ളതാണ് ഈ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജുവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ.